കൊച്ചി നഗരത്തിലെ തിരക്കേറിയ വീഥികൾക്കിടയിൽ ഒരു കൊട്ടാരം പോലെ തല ഉയർത്തി നിൽക്കുന്ന വില്ല. ആ നഗരത്തിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയായ കാർത്തികേയന്റെ അഭിമാനമായിരുന്നു ആ ബംഗ്ലാവ്. അകത്തളങ്ങളിൽ സർവ്വ സൗഭാഗ്യങ്ങളും അനുഭവിച്ചാണ് കാർത്തികേയന്റെ ഏക മകൾ വിദ്യ വളർന്നത്. ജനിച്ചപ്പോൾ മുതൽ സ്വർണ്ണ തഴുകു കൊണ്ട് ഭക്ഷണം കഴിച്ച് ശീലിച്ചവൾ. വിദ്യയുടെ ഒരു ചെറിയ ആഗ്രഹത്തിനായി കാത്തു നിൽക്കുന്ന ജോലിക്കാരും അവൾ ആവശ്യപ്പെടുന്നതിന് മുമ്പേ മുന്നിലെത്തും. ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാറുകളും ആഡംബര വസ്ത്രങ്ങളും ആ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ ഈ ബാഹ്യമായ ആഡംബരങ്ങൾക്കൊന്നും വിദ്യയുടെ ലളിതമായ മനസ്സിനെ മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല. പണം നൽകുന്ന അഹങ്കാരത്തേക്കാൾ മനുഷ്യത്വത്തിനും സ്നേഹത്തിനുമാണ് ജീവിതത്തിൽ വില നൽകേണ്ടതെന്ന് അവൾ എപ്പോഴും ഉറച്ചു വിശ്വസിച്ചു. ഒരു ദിവസം വൈകുന്നേരം അസ്തമയ സൂര്യന്റെ ചുവന്ന കിരണങ്ങൾ പൂന്തോട്ടത്തിലെ പുൽത്തകിടിയിൽ പതിക്കുമ്പോൾ അവിടെയുള്ള ഊഞ്ഞാലിൽ ഇരുന്ന് പുസ്തകം വായിക്കുകയായിരുന്നു വിദ്യ. അപ്പോഴാണ് കാർത്തികേയൻ അവിടേക്ക് കടന്നു വന്നത്. അദ്ദേഹത്തിന്റെ മുഖത്ത് ഗൗരവവും എന്നാൽ മകളോടുള്ള വാത്സല്യവും കലർന്ന ഒരു പ്രത്യേക ഭാവമായിരുന്നു. അദ്ദേഹം വിദ്യയുടെ അരികിലിരുന്നു. മോളെ വിദ്യ, നിനക്കിപ്പോൾ വിവാഹപ്രായമായിരിക്കുന്നു. നിന്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ കുറേയേറെ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിന്റെ പദവിക്കും അന്തസ്സിനും ചേർന്ന ഒരു ആലോചന വന്നിട്ടുണ്ട്. നഗരത്തിലെ മറ്റൊരു പ്രശസ്തമായ ബിസിനസ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥന്റെ മകൻ അജിത്. പഠിച്ചതും വളർന്നതും എല്ലാം വിദേശത്താണെങ്കിലും അവൻ നമ്മുടെ പാരമ്പര്യത്തെയും മൂല്യങ്ങളെയും ബഹുമാനിക്കുന്ന ഒരാളാണെന്ന് ഞാൻ അന്വേഷിച്ചറിഞ്ഞത്. നിനക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് ഈ ആലോചനയുമായി മുന്നോട്ട് പോകാം. ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ നിന്റെ പൂർണ്ണമായ സമ്മതം എനിക്ക് നിർബന്ധമാണ് വിദ്യ. വിദ്യ പതുക്കെ പുസ്തകം അടച്ചുവെച്ചു അച്ഛനെ നോക്കി. അവളുടെ കണ്ണുകളിൽ 1000 ചിന്തകൾ മിന്നിമറഞ്ഞു. അവൾ കുറച്ചുനേരം നിശബ്ദയായി നിന്നു. അച്ഛാ, അജിത്തിനെ കുറിച്ച് അച്ഛൻ പറഞ്ഞത് അവന്റെ സാമ്പത്തികവും സാമൂഹികവുമായ പശ്ചാത്തലമാണ്. അവൻ പണക്കാരനാണ്, നല്ല നിലയിലുള്ള കുടുംബമാണ് എന്നതൊക്കെ ശരിയാണ്. പക്ഷേ അവന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? പണക്കാരനായി ജനിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരാൾ നല്ല മനുഷ്യനാകണമെന്നുണ്ടോ? എനിക്ക് വേണ്ടത് എന്നെയും എൻ്റെ മനസ്സിനെയും സ്നേഹിക്കുന്ന, പണത്തേക്കാൾ മനുഷ്യത്വത്തിന് വില നൽകുന്ന ഒരാളെയാണ്. അത് വെറും ഒരു കൂടിക്കാഴ്ച കൊണ്ട് എനിക്ക് തിരിച്ചറിയാൻ കഴിയില്ല അച്ഛാ. അത്തരം കൂടിക്കാഴ്ചകളിൽ എല്ലാവരും ഏറ്റവും നല്ലവരായി അഭിനയിക്കാൻ ശ്രമിക്കും. കാർത്തികേയൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ തലയിൽ തലോടി. അതിന് നമുക്ക് അവനെ നേരിട്ട് കാണാമല്ലോ മോളെ. ഒരു ദിവസം നമുക്ക് അവരുടെ വീട്ടിൽ പോകാം. അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാം. നേരിട്ട് സംസാരിക്കുമ്പോൾ നിനക്ക് അവനെ മനസ്സിലാക്കാൻ കഴിയില്ലേ? വിദ്യയുടെ മറുപടി അപ്രതീക്ഷിതമായിരുന്നു. അവളുടെ മുഖത്ത് ഒരു പുതിയ നിശ്ചയദാർഢ്യം നിഴലിച്ചു. അച്ഛാ, ഞാൻ അവന്റെ മുന്നിൽ കാർത്തികേയന്റെ മകളായ വിദ്യയായി ചെന്നാൽ അവൻ തീർച്ചയായും ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനായി പെരുമാറും. കാരണം അവനറിയാം ഞാൻ ആരാണെന്ന്, നമ്മുടെ സമ്പത്ത് എത്രത്തോളം ഉണ്ടെന്ന്. എന്നാൽ ഞാനൊരു പാവപ്പെട്ടവളായി അവന്റെ മുന്നിൽ ഒരു അധികാരവുമില്ലാതെ വെറും ഒരു ജോലിക്കാരിയായി ചെന്നാൽ മാത്രമേ അവന്റെ യഥാർത്ഥ മാനസികാവസ്ഥ പുറത്തു വരൂ. പദവികളില്ലാത്ത ഒരു സാധാരണ പെൺകുട്ടിയോട് അവൻ എങ്ങനെ പെരുമാറുന്നു എന്ന് എനിക്ക് നേരിട്ട് കാണണം. അതുകൊണ്ട് ഞാൻ അവരുടെ വീട്ടിൽ ഒരു ജോലിക്കാരിയായി പോകാൻ തീരുമാനിച്ചു. ഇതൊരു പരീക്ഷണമാണ് അച്ഛാ, എൻ്റെ ജീവിതത്തിന് വേണ്ടിയുള്ള പരീക്ഷണം. കാർത്തികേയൻ ആകെ പരിഭ്രമിച്ചു പോയി. നീ എന്താണ് വിദ്യ ഈ പറയുന്നത്? എൻ്റെ മകൾ മറ്റൊരു വീട്ടിൽ പോയി പാത്രം കഴുകാനും അടിച്ചു തളിക്കാനും പോകുമെന്നോ? അത് ഒരിക്കലും നടക്കില്ല. ആളുകൾ അറിഞ്ഞാൽ എന്തു കരുതും? നിന്റെ കൈകൾ ഇത്തരത്തിലുള്ള കഠിന ജോലികൾ ചെയ്യാൻ ശീലിച്ചതല്ല. വിദ്യ അച്ഛൻ്റെ കൈകൾ മുറുക്കി പിടിച്ചു. അച്ഛാ, ഇതെൻ്റെ ജീവിതത്തിന്റെ കാര്യമാണ്. ഒരു തെറ്റായ പങ്കാളിയെ തിരഞ്ഞെടുത്താൽ ജീവിതകാലം മുഴുവൻ എനിക്ക് സങ്കടപ്പെടേണ്ടി വരും. എനിക്ക് ഈ പരീക്ഷണം നടത്തിയേ മതിയാകൂ. കുറച്ചു ദിവസത്തേക്ക് ഞാൻ മായ എന്ന പേരിൽ അവിടെ ജോലി ചെയ്യും. അച്ഛൻ എന്നെ വിശ്വസിക്കണം. ഒടുവിൽ മകളുടെ ഉറച്ച തീരുമാനത്തിന് മുൻപിൽ കാർത്തികേയൻ വഴങ്ങി. തൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു ഡ്രൈവർ വഴി അജിത്തിന്റെ വീട്ടിൽ ഒരു ജോലിക്കാരിയെ അടിയന്തരമായി ആവശ്യമുണ്ടെന്ന് അദ്ദേഹം രഹസ്യമായി മനസ്സിലാക്കി. പിറ്റേന്ന് വെളുപ്പിന് നഗരം ഉണരുന്നതിന് മുമ്പേ വിദ്യ തൻ്റെ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. തൻ്റെ വിലപിടിപ്പുള്ള വജ്രാഭരണങ്ങളും വിദേശത്തു നിന്ന് വരുത്തിയ ബ്രാൻഡഡ് വസ്ത്രങ്ങളും അവൾ അലമാരയിൽ പൂട്ടിവെച്ചു. പകരം കടയിൽ നിന്ന് വാങ്ങിയ തികച്ചും സാധാരണമായ ഒരു കോട്ടൺ ചുരിദാർ അവൾ ധരിച്ചു. മുടി ലളിതമായി ഒതുക്കിക്കെട്ടി. മുഖത്തെ തിളക്കം കുറയ്ക്കാനായി അല്പം എണ്ണമയം പുരട്ടി. കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവൾക്ക് തന്നെ അത്ഭുതം തോന്നി. പണക്കാരിയായ വിദ്യ അല്ല, പകരം ജീവിതം കരയ്ക്കടുപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച മായ എന്ന സാധാരണ പെൺകുട്ടിയാണ് മുന്നിൽ നിൽക്കുന്നത്. മനസ്സിൽ വലിയൊരു ലക്ഷ്യവും അല്പം ഭയവുമായി അവൾ അജിത്തിന്റെ ബംഗ്ലാവിന്റെ പടിവാതിൽക്കിലെത്തി. ആ ബംഗ്ലാവിന്റെ ഗേറ്റിൽ കാവൽ നിൽക്കുന്ന സെക്യൂരിറ്റിയെ കടന്ന് അകത്തേക്ക് ചെന്നപ്പോൾ വിദ്യയുടെ നെഞ്ചെടുപ്പ് വർദ്ധിച്ചു.
അവൾ തന്റെ ജീവിതത്തിൽ ഇതുവരെ മറ്റൊരു വീടിന്റെ അടുക്കളയിലേക്ക് ജോലി ചോദിച്ചു ചെന്നിട്ടില്ല. വീടിന്റെ മുമ്പിലെ വലിയ വരാന്തയിൽ അജിത്തിന്റെ അമ്മ അംബിക നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ഗൗരവത്തോടെ വിദ്യയെ അടിമുടി നോക്കി. അവരുടെ നോട്ടത്തിൽ ഒരു തരം പരിശോധന ഉണ്ടായിരുന്നു. നീയാണോ പുതിയ ജോലിക്കാരി? പേരെന്താ? മുൻപ് എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? അംബികയുടെ ശബ്ദത്തിൽ ഒരു സമ്പന്നയുടെ അധികാരസ്വരം ഉണ്ടായിരുന്നു. മായ എന്നാണ് പേര് മാഡം. ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ്. ഏതു ജോലിയും ഞാൻ വൃത്തിയായി ചെയ്തോളാം. വിദ്യ തല താഴ്ത്തി വിനീതമായി പറഞ്ഞു. തൻ്റെ ശബ്ദം വിറയ്ക്കാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു. ശരി, അകത്തേക്ക് വാ. ഇവിടെ ജോലികൾ ഒട്ടും എളുപ്പമല്ല. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം. വീടും പരിസരവും വൃത്തിയാക്കണം. തെറ്റുകളൊന്നും വരുത്തരുത്. കഠിനാധ്വാനം ചെയ്താൽ മാത്രം ഇവിടെ നിൽക്കാം. അംബിക കർക്കശമായി പറഞ്ഞു. വിദ്യ സമ്മതിച്ചു. അവിടെ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി ആരംഭിച്ചു. തറ തുടയ്ക്കാനും പാത്രങ്ങൾ കഴുകാനും വിദ്യയ്ക്ക് വലിയ പ്രയാസമായിരുന്നു. തൻ്റെ വീട്ടിൽ ജോലിക്കാർ ഇത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും അവളത് സ്വന്തമായി ചെയ്തിട്ടില്ല. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അവളുടെ കൈവിരലുകൾ വേദനിക്കാൻ തുടങ്ങി. മുട്ടുകുത്തി നിന്ന് തറ തുടയ്ക്കുമ്പോൾ അവളുടെ ശരീരം വല്ലാതെ തളർന്നു. എങ്കിലും തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഓർത്തപ്പോൾ അവൾ ആ വേദന പുറത്ത് കാണിക്കാതെ ജോലി തുടർന്നു. ഉച്ചയോടടുത്ത് പുറത്ത് ഒരു കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. വിദ്യ അടുക്കളയുടെ ജനാലിലൂടെ പുറത്തേക്ക് നോക്കി. ഒരു കറുത്ത ആഡംബരക്കാറിൽ നിന്നും ഒരു യുവാവ് ഇറങ്ങി. അവൻ വെള്ള ഷർട്ടും നീല ജീൻസുമാണ് ധരിച്ചിരുന്നത്. ഉയരമുള്ള ശാന്തമായ മുഖഭാവമുള്ള അവൻ അജിത്തായിരുന്നു. വിദ്യയുടെ ഹൃദയമെടുപ്പ് ഒരു നിമിഷം നിലച്ചുപോയി. കാർത്തികേയൻ കാണിച്ച ഫോട്ടോയേക്കാൾ സുന്ദരനും ഗാംഭീര്യമുള്ളവനും ആയിരുന്നു അവൻ. ഇവനാണോ എൻ്റെ ഭാവി ജീവിതത്തിൻ്റെ ഉടമയാകേണ്ടത്? അവൾ സ്വയം മന്ത്രിച്ചു. അജിത്ത് അകത്തേക്ക് വന്നപ്പോൾ അമ്മ അവനെ അരികിലേക്ക് വിളിച്ചു. വിദ്യയെ പരിചയപ്പെടുത്തി. അജിത്ത്, ഇത് പുതിയ ജോലിക്കാരി മായയാണ്. ഇന്നു മുതൽ ഇവൾ ഇവിടെ ജോലിക്കുണ്ടാകും. അജിത്ത് വിദ്യയെ ഒന്ന് നോക്കി. വിദ്യ തൻ്റെ പേടി മറച്ചുകൊണ്ട് തല താഴ്ത്തി നിന്നു. അവൻ തന്നെ പുച്ഛിക്കുമോ അല്ലെങ്കിൽ പരിഹസിക്കുമോ എന്നവൾ ആശങ്കപ്പെട്ടു. എന്നാൽ അജിത്ത് ഒരു മനോഹരമായ പുഞ്ചിരിയോടെ പറഞ്ഞു. ശരി അമ്മേ, മായയോട് നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗങ്ങളും ശീലങ്ങളും പറഞ്ഞു കൊടുക്കണേ. ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കേണ്ട കേട്ടോ. മായ ഇവിടെ ജോലി ചെയ്യുന്നത് കഠിനമാണെന്ന് എനിക്കറിയാം. സാവധാനം ശീലിച്ചാൽ മതി. അവൻ തൻ്റെ മുറിയിലേക്ക് നടന്നു. വിദ്യ സ്തംഭിച്ചുപോയി. ഇത്രയും വലിയ സമ്പന്ന കുടുംബത്തിലെ അംഗം ഒരു ജോലിക്കാരിയോട് ഇത്രയും ലളിതമായും മനുഷ്യത്വപരമായും സംസാരിക്കുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ കാണിച്ച ആ മിനിമം ബഹുമാനം പോലും അവളുടെ ഉള്ളിൽ വലിയൊരു മാറ്റമുണ്ടാക്കി. എങ്കിലും വിദ്യ തൻ്റെ വികാരങ്ങളെ നിയന്ത്രിച്ചു. ഒരു നിമിഷത്തെ പെരുമാറ്റം കൊണ്ട് ഒരാളെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയില്ല. മനുഷ്യർ പുറമെ പലപ്പോഴും നല്ലവരായി അഭിനയിക്കും. ഈ പരീക്ഷണം ഇനിയും തുടരേണ്ടതുണ്ട്. അവൻ്റെ ആന്തരികമായ ചിന്താഗതികൾ എന്താണെന്ന് എനിക്കറിയണം, അവൾ മനസ്സിൽ പറഞ്ഞു. അന്ന് വൈകുന്നേരം അടുക്കളയിലെ ജോലികൾ കഴിഞ്ഞ് തനിക്കായി അനുവദിച്ച ചെറിയ മുറിയിലേക്ക് വിദ്യ മാറുമ്പോൾ അവളുടെ ശരീരം വേദന കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവളുടെ മനസ്സിൽ അജിത്തിൻ്റെ ആ ചിരിക്കുന്ന മുഖവും കരുണയുള്ള വാക്കുകളുമായിരുന്നു. ജീവിതത്തിൽ ആദ്യമായി അവൾ സ്വന്തം അധ്വാനം കൊണ്ട് ഒരു നേരം കഴിഞ്ഞുകൂടുകയാണ്. ആ കഠിനാധ്വാനത്തിന് പിന്നിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യത്തെ കണ്ടെത്തുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു. യഥാർത്ഥ സ്നേഹവും സത്യസന്ധതയും അജിത്തിൻ്റെ സ്വഭാവത്തിലെ യഥാർത്ഥ വശങ്ങൾ അറിയാൻ ഇനിയും ഒരുപാട് ദിവസങ്ങൾ മുന്നിലുണ്ടായിരുന്നു. തൻ്റെ നാടകം പൊളിഞ്ഞു പോകുമോ എന്ന് നേരിയ പേടിയോടെ അടുത്ത ദിവസത്തെ പരീക്ഷണങ്ങൾക്കായി മനസ്സിനെ പാകപ്പെടുത്തി അവൾ ആ രാത്രി ഉറക്കത്തിലേക്ക് നീങ്ങി. അജിത്തിൻ്റെ വീട്ടിലെ വിദ്യയുടെ 2ാമത്തെ ദിവസം ആരംഭിച്ചത് അസഹനീയമായ ശരീരവേദനകളോടെയാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും തറ തുടയ്ക്കുകയോ ഭാരമുള്ള പാത്രങ്ങൾ കഴുകുകയോ ചെയ്യാത്ത വിദ്യ അവളുടെ മൃദുവായ കൈകളിൽ ചെറിയ തഴമ്പുകൾ വന്നു തുടങ്ങിയിരുന്നു. വെളുപ്പിനെ 5 മണിക്ക് എഴുന്നേൽക്കുക എന്നത് വിദ്യയെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ ഒന്നായിരുന്നു. അവളുടെ വലിയ ആഡംബര വീട്ടിൽ അവൾ എഴുന്നേൽക്കുമ്പോഴേക്കും വേലക്കാർ അരികിലെത്തുമായിരുന്നു. എന്നാൽ ഇവിടെ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി അടുക്കളയിൽ കയറി എല്ലാവർക്കും ചായ തയ്യാറാക്കി തുടങ്ങണം. അംബികയുടെ കർക്കശമായ നോട്ടം എപ്പോഴും വിദ്യയുടെ ഓരോ നീക്കങ്ങളിലും ഉണ്ടായിരുന്നു. ചെറിയൊരു തെറ്റ് പറ്റിയാൽ പോലും അവരുടെ മുഖം കോപം കൊണ്ട് ചുവക്കും. മായ, ചായയിൽ അല്പം പഞ്ചസാര കൂടിപ്പോയി. അടുത്ത തവണ ശ്രദ്ധിക്കണം. പിന്നെ പൂമുഖത്ത് പൊടി കൃത്യമായി തുടച്ചിട്ടില്ല. ഇവിടെ ജോലി ചെയ്യുമ്പോൾ മടി കാണിച്ചാൽ നടക്കില്ല. ഓരോ കാര്യവും പറഞ്ഞു തരേണ്ടി വരുന്നത് എനിക്കിഷ്ടമല്ല, അംബിക ഗൗരവത്തോടെ പറഞ്ഞു. ക്ഷമിക്കണം മാഡം, ഞാൻ ശ്രദ്ധിച്ചോളാം, അവൾ വിനീതമായി മറുപടി നൽകി. ഉള്ളിൽ ദേഷ്യം തോന്നിയെങ്കിലും തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഓർത്തപ്പോൾ അവൾ ആത്മനിയന്ത്രണം പാലിച്ചു. തൻ്റെ അച്ഛൻ്റെ മുമ്പിൽ വാശി പിടിച്ചിറങ്ങിയതാണ്. തോറ്റുമടങ്ങാൻ അവൾക്ക് കഴിയില്ല. അജിത്ത് രാവിലെ തന്നെ ഓഫീസിലേക്ക് പോയിരുന്നു. അവൻ പോകുന്ന വഴിയിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന വിദ്യയെ ഒന്ന് നോക്കി ചിരിച്ചു. ആ ചിരി അവൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു.
പകൽ മുഴുവൻ നീണ്ടുനിന്ന ജോലികൾക്കിടയിൽ വിദ്യ ആ വീടിന്റെ ഓരോ കോണുകളും പരിചയപ്പെട്ടു. ആഡംബരങ്ങൾ ഉണ്ടെങ്കിലും ആ വീടിന് ഒരു പ്രത്യേക അടുക്കും ചിട്ടയും ഉണ്ടായിരുന്നു. വർഷങ്ങളായി ആ വീട്ടിൽ ജോലി ചെയ്തിരുന്ന അമ്മിണിയമ്മയാണ് വിദ്യയുടെ ഏക കൂട്ടുകാരി. അവർ വിദ്യയെ ഒരു മകളെപ്പോലെ സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു. മോളെ മായ, നിന്റെ കൈകൾ കണ്ടാൽ നീ പണി ചെയ്ത് ശീലമുള്ളവളാണെന്ന് തോന്നില്ലല്ലോ. നിന്റെ വിരലുകൾ എത്ര മൃദുവായതാണ്. എന്തിനാണ് മോളെ നീ ഇത്ര കഷ്ടപ്പെടുന്നത്? നിന്റെ മുഖത്ത് നോക്കിയാൽ നല്ല തറവാട്ടിലെ പെൺകുട്ടിയാണെന്ന് ആരും പറയും. അമ്മിണിയമ്മ സ്നേഹത്തോടെ ചോദിച്ചു. വിദ്യ ഒന്ന് പരിഭ്രമിച്ചു. തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുമോ എന്നവൾ ഭയന്നു. അത് പിന്നെ അമ്മിണിയമ്മയെ വീട്ടിലെ സാഹചര്യം പെട്ടെന്ന് മോശമായതുകൊണ്ട് ഇറങ്ങിയതാണ്. ഓരോ പണികളും ചെയ്ത് ശീലമായിക്കോളും. എനിക്കിപ്പോൾ ഈ ജോലി അത്യാവശ്യമാണ്, അവൾ പതറാതെ കള്ളം പറഞ്ഞു. സാരമില്ല മോളെ, ഈ വീട്ടിലെ സർ വളരെ നല്ലവനാണ്. അദ്ദേഹത്തിന്റെ അമ്മ അല്പം ഗൗരവക്കാരിയാണെങ്കിലും അജിത് സർ ആരെയും ദ്രോഹിക്കില്ല. പാവങ്ങളോട് കരുണയുള്ള ആളാണ്. കൃത്യമായി ജോലി ചെയ്താൽ നിനക്കിവിടെ ഒരു കുറവും ഉണ്ടാവില്ല. അമ്മിണിയമ്മയുടെ ആ വാക്കുകൾ വിദ്യയിൽ കൂടുതൽ താല്പര്യമുണ്ടാക്കി. അന്ന് വൈകുന്നേരം വിദ്യ ഹാൾ വൃത്തിയാക്കുകയായിരുന്നു. മേശപ്പുറത്തിരുന്നിരുന്ന വജ്രം പതിപ്പിച്ച് വിദേശത്ത് നിന്ന് അജിത്തിന്റെ അച്ഛൻ കൊണ്ടുവന്ന വളരെ വില കൂടിയ ഒരു പൂപാത്രം തുടയ്ക്കാൻ അവൾ ശ്രമിച്ചു. അത് വെറുമൊരു അലങ്കാര വസ്തു ആയിരുന്നില്ല. ആ കുടുംബത്തിന്റെ അഭിമാനമായി അവർ കാണുന്ന ഒന്നായിരുന്നു. വിദ്യയുടെ കൈകൾ അല്പം വഴുതി. ഒരു നിമിഷം കൊണ്ട് ആ വില കൂടിയ പൂപാത്രം തറയിൽ വീണ് ചിന്നിച്ചിതറി. വലിയൊരു ശബ്ദത്തോടെ അത് താഴെ വീണുടഞ്ഞപ്പോൾ വിദ്യയുടെ ഹൃദയമിടിപ്പ് ഒരു നിമിഷം നിലച്ചുപോയി. തന്റെ ലോകം തന്നെ അവസാനിച്ചു എന്ന് അവൾക്ക് തോന്നി. ശബ്ദം കേട്ട് അംബികയും മറ്റു ജോലിക്കാരും അവിടേക്ക് ഓടി വന്നു. ചിതറിക്കിടക്കുന്ന പാത്രം കണ്ടപ്പോൾ അംബികയുടെ മുഖം കോപം കൊണ്ട് വിറച്ചു. മായ, നീ എന്താണ് ഈ കാണിച്ചത്? ഇതിന്റെ വില നിനക്കറിയാമോ? ലക്ഷങ്ങൾ വിലയുള്ളതാണിത്. നിന്റെ ജീവിതകാലം മുഴുവൻ ഇവിടെ പണിയെടുത്താലും ഇതിന്റെ പണം നിനക്ക് തിരിച്ചു നൽകാൻ കഴിയില്ല. എൻ്റെ ഭർത്താവ് അത്രയും ആഗ്രഹിച്ചു വാങ്ങിയതാണിത്. ഇത്രയും വലിയൊരു അശ്രദ്ധ കാണിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? വിദ്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വിറച്ചുകൊണ്ട് പറഞ്ഞു, ക്ഷമിക്കണം മേഡം, അറിയാതെ കൈ തട്ടിയതാണ്. മനഃപൂർവ്വം ചെയ്തതല്ല. ഞാനിത് വൃത്തിയാക്കിക്കൊള്ളാം. മനഃപൂർവ്വമല്ലെങ്കിലും ഇത് വലിയൊരു നഷ്ടമാണ്. നിന്നെപ്പോലെയുള്ളവർക്ക് ഇതിൻ്റെ മൂല്യം അറിയില്ലായിരിക്കും. പണമില്ലാത്തവൻ്റെ അശ്രദ്ധയ്ക്ക് നമ്മൾ എന്ത് വില നൽകണം? ഇനി നിന്നെ ഇവിടെ നിർത്തുന്നത് അപകടമാണ്. അംബിക ആക്രോശിച്ചു. മറ്റു ജോലിക്കാർ ഭയത്തോടെ മാറി നിന്നു. വിദ്യ തകർന്നുപോയി. പണത്തിനു വേണ്ടിയല്ല അവൾ ഇവിടെ വന്നത്. പക്ഷേ ഒരു അപരാധിയായി എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്നത് അവൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. തൻ്റെ അച്ഛൻ്റെ ബംഗ്ലാവിൽ ഇതിലും വില കൂടിയ വസ്തുക്കൾ തകർന്നു പോയിട്ടുണ്ടെങ്കിലും അന്ന് അവൾക്ക് സങ്കടം തോന്നിയിട്ടില്ല. എന്നാൽ ഇന്ന് പാവപ്പെട്ട മായയായി നിൽക്കുമ്പോൾ ഓരോ വാക്കും മുനയുള്ള അമ്പുകൾ പോലെ തറയ്ക്കുന്നു. ആ സമയത്താണ് അജിത് ഓഫീസിൽ നിന്നും തിരിച്ചെത്തിയത്. ഹാളിലെ ബഹളം കേട്ട് അവൻ അവിടേക്ക് വന്നു. ഉടഞ്ഞ പൂപ്പാത്രത്തിലേക്കും വിറച്ചു നിൽക്കുന്ന മായയിലേക്കും അവൻ നോക്കി. എല്ലാവരും കരുതിയത് അജിത് മായയെ കഠിനമായി വഴക്ക് പറയുമെന്നാണ്, അല്ലെങ്കിൽ അപ്പോൾ തന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുമെന്ന്. കാരണം ആ പാത്രത്തോട് അവൻ അത്രയും വൈകാരികമായ ബന്ധമുണ്ടായിരുന്നു. തൻ്റെ അച്ഛൻ്റെ അവസാനത്തെ ഓർമ്മകളിൽ ഒന്നായിരുന്നു അത്. അജിത് ശാന്തനായി വിദ്യയുടെ അടുത്തേക്ക് നടന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. സാരമില്ല മായ, കരയണ്ട. അതൊരു പാത്രമല്ലേ, നീ വിഷമിക്കണ്ട. കയ്യിൽ എവിടെയെങ്കിലും മുറിവേറ്റു എന്ന് നോക്കൂ. ആ ചില്ലു കഷ്ണങ്ങൾ കൊണ്ട് നിന്റെ കാലിലോ കയ്യിലോ മുറിവേൽക്കാൻ സാധ്യതയുണ്ട്. നീ മാറി നിൽക്കൂ, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. അജിത്തിൻ്റെ ആ വാക്കുകൾ കേട്ട് വിദ്യ വിശ്വസിക്കാനാകാതെ നോക്കി നിന്നു. ഇത്രയും സമാധാനത്തോടെ ഒരാൾക്ക് എങ്ങനെ സംസാരിക്കാൻ കഴിയും? അംബിക അജിത്തിനോട് പറഞ്ഞു, അജിത്, നീ എന്താണ് ഈ പറയുന്നത്? ഇത് അത്രയും വിലയുള്ളതാണെന്ന് നിനക്കറിയില്ലേ? അവളോട് നീ ദേഷ്യപ്പെടുന്നതിനു പകരം സമാധാനിപ്പിക്കുകയാണോ? നമ്മുടെ വീട്ടിലെ നിയമങ്ങൾ ഇവൾ തെറ്റിക്കുകയാണ്. അജിത് അമ്മയെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. അമ്മേ, പോയ വസ്തു നമുക്ക് തിരിച്ചു കിട്ടില്ല. പക്ഷേ അതിന്റെ പേരിൽ ഈ പെൺകുട്ടിയെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്തിനാണ്? വസ്തുക്കളെക്കാൾ വില മനുഷ്യന്റെ മനസ്സിനല്ലേ? മായ, നീ പോയി കൈ കഴുകൂ. അടുത്ത തവണ ജോലി ചെയ്യുമ്പോൾ അല്പം കൂടി ശ്രദ്ധിച്ചാൽ മതി. മറ്റു ജോലിക്കാർ അത് വൃത്തിയാക്കിക്കോളും. അജിത് സമാധാനത്തോടെ തന്റെ മുറിയിലേക്ക് പോയി. വിദ്യ അന്ന് രാത്രി തന്റെ ചെറിയ മുറിയിലിരുന്ന് ഒരുപാട് ചിന്തിച്ചു. അവൾ കണ്ടുവളർന്ന ബിസിനസ് ലോകത്ത് ചെറിയൊരു തെറ്റ് പറ്റിയാൽ പോലും ആളുകളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നതും അധിക്ഷേപിക്കുന്നതും പതിവാണ്. തന്റെ അച്ഛൻ്റെ ഓഫീസിലെ പല മാനേജർമാരും താഴേക്കിടയിലുള്ളവരോട് പെരുമാറുന്നത് അവൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അജിത് വ്യത്യസ്തനാണ്. അവന്റെ ലളിതമായ പെരുമാറ്റം കണ്ടിട്ട് അജിത്തിന്റെ അഭിനയമാണോ എന്ന് അവൾ ആദ്യം സംശയിച്ചിരുന്നു.
പക്ഷേ ഇത്രയും വലിയൊരു നഷ്ടം സംഭവിച്ചപ്പോൾ അവൻ കാണിച്ച ക്ഷമയും കരുണയും അഭിനയിക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് തോന്നിത്തുടങ്ങി. അവൻ അവളെ ഒരു ജോലിക്കാരിയായല്ല, ഒരു സഹജീവിയായാണ് കണ്ടത്. അടുത്ത ദിവസം ഉച്ചയ്ക്ക് വിദ്യ പുറത്ത് പൂന്തോട്ടത്തിൽ വെള്ളം നനയ്ക്കുകയായിരുന്നു. അല്പം അകലെയായി അജിത് തൻ്റെ ഓഫീസിലെ ഒരു മാനേജറോട് ഫോണിൽ സംസാരിക്കുന്നത് അവൾ കേട്ടു. അവൾ അജിത്ത് അറിയാതെ ആ സംഭാഷണം ശ്രദ്ധിച്ചു. അവൾ പൂച്ചെടികൾക്ക് പിന്നിൽ മറഞ്ഞു നിന്നു. സർ, നമ്മുടെ ആ തൊഴിലാളിയുടെ മകളുടെ വിവാഹത്തിൽ കമ്പനിയിൽ നിന്നും സഹായം ചോദിച്ചിട്ടുണ്ട്. നിയമപരമായി നമുക്ക് അത്രയും തുക നൽകാൻ കഴിയില്ല. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം നമുക്ക് ബഡ്ജറ്റ് കുറവാണ്. മാനേജർ പറയുന്നത് കേൾക്കാം. അജിത് മറുപടി നൽകി. നിയമം നോക്കിയല്ല സഹായം നൽകേണ്ടത്. അയാൾ വർഷങ്ങളായി നമ്മുടെ കൂടെ പണിയെടുക്കുന്ന ആളാണ്. കമ്പനിയുടെ ലാഭവിഹിതത്തിൽ നിന്നും അല്ലാതെ എൻ്റെ വ്യക്തിപരമായ അക്കൗണ്ടിൽ നിന്നും ആ തുക അയാൾക്ക് നൽകൂ. തിരിച്ചു ചോദിക്കരുത്. അയാൾക്കതൊരു ആശ്വാസമാകട്ടെ. ഒരാളുടെ സന്തോഷത്തേക്കാൾ മാത്രമല്ല, കൂടെ നിൽക്കുന്നവരുടെ ജീവിതം മെച്ചപ്പെടുത്തൽ കൂടിയാണ്. അജിത്തിൻ്റെ ഈ വാക്കുകൾ വിദ്യയുടെ ഹൃദയം സ്പർശിച്ചു. അവൾക്ക് തന്നോട് തന്നെ ചെറിയൊരു കുറ്റബോധം തോന്നി. ഇത്രയും ഉത്തമനായ ഒരു മനുഷ്യനെ പരീക്ഷിക്കാൻ താൻ വന്നത് ശരിയാണോ എന്നവൾ സ്വയം ചോദിച്ചു. അജിത് ഒരു പണക്കാരൻ്റെ മകൻ മാത്രമല്ല, ദയയുള്ള ഒരു മനുഷ്യസ്നേഹി കൂടിയാണ്. എങ്കിലും അവളുടെ ഉള്ളിലെ പരീക്ഷണം അവസാനിച്ചിരുന്നില്ല. സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കുമ്പോൾ എല്ലാവരും നല്ലവരായിരിക്കും. എന്നാൽ ചെറിയൊരു പ്രതിസന്ധികൾ വരുമ്പോൾ, സ്വന്തം കുടുംബത്തിൻ്റെ അന്തസ്സ് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അജിത് എങ്ങനെ പെരുമാറുമെന്ന് അവൾക്കറിയണമായിരുന്നു. അന്ന് വൈകുന്നേരം അജിത് ഓഫീസിൽ നിന്നും വന്നപ്പോൾ വിദ്യ അവന് ചായയുമായി ചെന്നു. അവൻ പുസ്തകം വായിക്കുകയായിരുന്നു. വിദ്യയെ കണ്ടപ്പോൾ അവൻ പുഞ്ചിരിച്ചു. വിദ്യ, ഇപ്പോൾ ജോലിയൊക്കെ ശീലമായോ? കൈവേദന കുറവുണ്ടോ? ഇന്നലെ നീ പാത്രം കഴുകുമ്പോൾ കൈവിരലുകളിൽ തഴമ്പ് വന്നത് ഞാൻ കണ്ടിരുന്നു. നീ അത്ര വലിയ പണിയൊന്നും ചെയ്ത് ശീലമില്ലല്ലേ? വിദ്യ അത്ഭുതപ്പെട്ടു. അവൻ തൻ്റെ വേദനയെക്കുറിച്ച് ഓർക്കുന്നു. അവൻ്റെ നിരീക്ഷണ പാഠവും അവളെ പേടിപ്പിച്ചു. കുറവുണ്ട് സർ, നന്ദി, അവൾ മൃദുവായി പറഞ്ഞു. ഇവിടെ ജോലി ചെയ്യുമ്പോൾ മായയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറയാം. അമ്മ അല്പം ഗൗരവക്കാരിയാണ്, പക്ഷേ മനസ്സ് നല്ലതാണ്. നീ പേടിക്കേണ്ട. നിന്റെ സത്യസന്ധതയാണ് എനിക്ക് പ്രധാനം. അജിത് വീണ്ടും പുസ്തകങ്ങളിലേക്ക് നോക്കി. വിദ്യ അവിടുന്ന് നടന്നു നീങ്ങുമ്പോൾ അവളുടെ ഉള്ളിൽ ഒരു കാര്യം ഉറപ്പിച്ചു. അജിത് താൻ വിചാരിച്ചതിനേക്കാൾ വലിയൊരു വ്യക്തിത്വമാണ്. പക്ഷേ ഈ സത്യങ്ങൾക്കിടയിൽ തൻ്റെ കള്ളം എന്നെങ്കിലും പുറത്താകുമെന്ന് അവൾ ഭയപ്പെട്ടു. ഒരു ജോലിക്കാരിയായി അഭിനയിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അവൾക്ക് ഇപ്പോൾ മനസ്സിലാകുന്നു. സത്യം വെളിപ്പെടുത്തിയാൽ അജിത് തന്നെ വെറുക്കുമോ അതോ തമാശയായി എടുക്കുമോ? ഈ ആശങ്ക കുഴപ്പങ്ങൾക്കിടയിലും വിദ്യയുടെ മനസ്സ് പതിയെ അജിത്തിനോട് അടുക്കാൻ തുടങ്ങിയിരുന്നു. സ്നേഹവും ബഹുമാനവും കലർന്ന ഒരു പുതിയ വികാരം അവളുടെ ഉള്ളിൽ നാമ്പിട്ട് തുടങ്ങി. എന്നാൽ വരാനിരിക്കുന്ന പരീക്ഷണങ്ങൾ അതിലും വലുതായിരുന്നു. പണത്തേക്കാൾ വലിയ സത്യങ്ങൾ ആ വീട്ടിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അജിത്തിന്റെ വീട്ടിലെ വിദ്യയുടെ ജീവിതം 2 ആഴ്ച പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ അവൾക്ക് വീട്ടുജോലികൾ അല്പം കൂടി എളുപ്പമായി തോന്നിത്തുടങ്ങി. തറ തുടയ്ക്കുമ്പോൾ ഉണ്ടായിരുന്ന കൈവേദനയും അടുക്കളയിലെ ചൂടും അവൾ ശീലിച്ചു കഴിഞ്ഞു. എന്നാൽ ശാരീരികമായ തളർച്ചയേക്കാൾ അവളെ അലട്ടിക്കൊണ്ടിരുന്നത് മനസ്സിലെ സംഘർഷങ്ങളായിരുന്നു. അജിത്തിനോട് സത്യം മറച്ചുവെച്ച് ഒരു ജോലിക്കാരിയായി അഭിനയിക്കുന്നത് ഓരോ ദിവസം കഴിയുന്തോറും അവൾക്ക് ഭാരമായി മാറി. അജിത്തിന്റെ ഓരോ വാക്കും പ്രവൃത്തിയും അവളിൽ അവനോടുള്ള ബഹുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു മുതലാളിയുടെ അഹങ്കാരമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന അവൻ്റെ ആ വലിയ മനസ്സ് വിദ്യയെ ആഴത്തിൽ സ്പർശിച്ചു. ഒരു ദിവസം രാവിലെ വീട്ടിൽ അല്പം തിരക്കുള്ള ദിവസമായിരുന്നു. അജിത്തിന്റെ അച്ഛൻ, സുഹൃത്തുക്കളും ചില ബിസിനസ് പങ്കാളികളും ഉച്ചഭക്ഷണത്തിന് എത്തുന്നുണ്ട്. അംബിക രാവിലെ മുതൽ തന്നെ അടുക്കളയിൽ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. മായ, ഇന്ന് അതിഥികൾ വരുന്നുണ്ട്. ഹോൾ ഒന്നുകൂടി വൃത്തിയാക്കണം. മേശപ്പുറത്ത് വിരിക്കാനുള്ള വെള്ള തുണി അലക്കി ഉണക്കി വെച്ചിട്ടുണ്ട്. അത് ഇങ്ങോട്ടെടുക്കൂ. വിദ്യ ജോലിയിൽ മുഴുകി. അതിനിടയിലാണ് അംബിക തൻ്റെ കിടപ്പുമുറിയിൽ നിന്നും വലിയൊരു ബഹളം വെച്ച് താഴേക്ക് വന്നത്. അവരുടെ മുഖം ആകെ വിളറിയിരുന്നു. എൻ്റെ മോതിരം കാണാനില്ല. വജ്രം പതിപ്പിച്ച ആ മോതിരം ഞാൻ ഇന്നലെ രാത്രി ഊരി മേശപ്പുറത്ത് വെച്ചതാണ്. ഇപ്പോൾ അവിടെ നോക്കിയിട്ട് കാണുന്നില്ല. വീട്ടിലെ മറ്റു ജോലിക്കാരും അജിത്തും അവിടേക്ക് ഓടി വന്നു. അമ്മേ, ഒന്ന് നന്നായി നോക്കൂ, എവിടെയെങ്കിലും വീണുപോയതാകും. അജിത്ത് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഇല്ല അജിത്ത്, ഞാൻ എല്ലായിടത്തും നോക്കി. ഇന്നലെ രാത്രി മായ എൻ്റെ മുറി വൃത്തിയാക്കാൻ വന്നിരുന്നല്ലോ. മായ, നീ എൻ്റെ മുറിയിൽ വന്നപ്പോൾ ആ മോതിരം കണ്ടോ? അംബികയുടെ ചോദ്യം വിദ്യയുടെ നെഞ്ചിൽ ഒരു അമ്പ് പോലെ തറച്ചു. വിദ്യ ഭയത്തോടെ മറുപടി നൽകി. ഇല്ല മാഡം, ഞാൻ മുറി തൂത്തുവാരുക മാത്രമേ ചെയ്തുള്ളൂ. ഇന്നലെ ആ മുറിയിൽ കയറിയിട്ടില്ല.
നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയതാണ് നീ അത്ര ശരിയല്ലെന്ന്. പാവപ്പെട്ടവളാണെന്ന് പറഞ്ഞു വന്നപ്പോൾ ഒരു സഹതാപത്തിന് ജോലി നൽകിയതാണ്. അതിന് നീ കാണിച്ച നന്ദി ഇതാണോ? അംബികയുടെ വാക്കുകൾ മുനയുള്ളതായിരുന്നു. മറ്റു ജോലിക്കാർ വിദ്യയെ സംശയത്തോടെ നോക്കി. അവർക്കിടയിൽ ഒരു പിറുപിറുപ്പുയർന്നു. വിദ്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വിറച്ചുകൊണ്ട് പറഞ്ഞു, ദൈവത്താണേ സത്യം, ഞാൻ അതെടുത്തിട്ടില്ല. എനിക്ക് എന്തിനാണ് മറ്റൊരാളുടെ സാധനം? എനിക്ക് ആ മോതിരം വേണ്ട മേഡം. പിന്നെ എവിടെ പോയി? ആ മോതിരം നിന്റെ മുറി ഒന്ന് പരിശോധിക്കണം, അംബിക ആജ്ഞാപിച്ചു. വിദ്യയ്ക്ക് അത് വലിയൊരു അപമാനമായി തോന്നി. ഒരു വലിയ പണക്കാരന്റെ മകളായ താൻ, ഈ ലോകത്തെ ഏത് വജ്രമോതിരവും സ്വന്തമാക്കാൻ കഴിവുള്ള താൻ ഇന്നൊരു കള്ളിയായി മുദ്രകുത്തപ്പെട്ടു. അവൾക്ക് ഉറക്കെ കരയണമെന്ന് തോന്നി. അംബികയും അമ്മിണിയമ്മയും വിദ്യയുടെ ചെറിയ മുറിയിലേക്ക് പോയി. അവർ അവളുടെ പഴയ പെട്ടി തുറന്നു പരിശോധിച്ചു. അവിടെ വസ്ത്രങ്ങൾക്കിടയിൽ നിന്നും മിന്നിത്തിളങ്ങുന്ന ഒരു വജ്രമോതിരം താഴെ വീണു. എല്ലാവരും ഞെട്ടിപ്പോയി. വിദ്യയുടെ ലോകം തന്നെ നിലച്ചുപോയ നിമിഷമായിരുന്നു അത്. കണ്ടോ അജിത്, നിന്റെ നല്ലവളായ മായയുടെ ലക്ഷണമാണിത്. മോഷ്ടിച്ചു കൊണ്ടുവന്ന് തുണിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇവളെയൊക്കെ പോലീസിൽ ഏൽപ്പിക്കണം. ഇത്രയും കാലം ഈ വീട്ടിൽ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല. അംബിക ദേഷ്യം കൊണ്ട് വിറച്ചു. വിദ്യ സ്തംഭിച്ചുപോയി. ആ മോതിരം എങ്ങനെ അവിടെ വന്നു എന്ന് അവൾക്ക് ഒരു നിശ്ചയവുമില്ലായിരുന്നു. സർ, വിശ്വസിക്കണം, ഞാനിത് ചെയ്തിട്ടില്ല. ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് എനിക്കറിയില്ല. ആരോ എന്നെ ചതിച്ചതാണ്, അവൾ അജിത്തിനെ നോക്കി പറഞ്ഞു. അജിത് ആ മോതിരത്തിലേക്കും വിദ്യയുടെ കണ്ണുകളിലേക്കും മാറി മാറി നോക്കി. എല്ലാവരും കരുതിയത് അവനിപ്പോൾ വിദ്യയെ അടിക്കുമെന്നോ അല്ലെങ്കിൽ പോലീസിനെ വിളിക്കുമെന്നോ ആണ്. ആ തെളിവ് അവളുടെ പെട്ടിയിൽ നിന്നാണ് കിട്ടിയത്. കൂട്ടുകാരെ, ആരായിരിക്കും ആ വജ്രമോതിരം മോഷ്ടിച്ചിട്ടുണ്ടാകുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. വിദ്യയുടെയും അജിത്തിൻ്റെയും ജീവിതകഥ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ഭാഗത്തിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന ഓപ്ഷൻ വരുവാണെങ്കിൽ അതും കൂടി ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.